ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് നമ്മുടെ ആനിമൽസിൻ്റെ സഫൈലങ്ങളും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കിങ്ഡം അവയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സഫൈലങ്ങളെ പറ്റി പഠിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ഡിവിഷൻസ് പേര് വിളിക്കാം. ഓക്കെ, അപ്പോൾ അതിന് അവരുടെ ഡിഫറൻസിൻ്റെയും സിമിലാരിറ്റിയുടെയും അടിസ്ഥാനത്തിൽ നമ്മളതിൻ്റെ ബോഡി സ്ട്രക്ചറും അതേപോലെ സീഡ് ഫോർമേഷൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡിവിഷൻസ് ഓഫ് കിങ്ഡം പ്ലാന്റയുടെ സബ് ഡിവിഷൻസ് അല്ലെങ്കിൽ ഫൈലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആൽഗെ, ബ്രയോഫൈറ്റ, ടെരിഡോഫൈറ്റ, അതേപോലെ തന്നെ ജിംനോസ്പേം, ആൻജിയോസ്പേം. ഇതാണ് ഈ 5 ഡിവിഷൻസാണ് നമ്മളെ പ്ലാന്റേക്കുള്ളത്. അപ്പോൾ ആൽഗെ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, പായൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ പാറകളുടെ മുകളിലൊക്കെ നമ്മൾക്ക് വഴുക്കുണ്ടാവാറുള്ള പായൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അക്വാട്ടിക് ആണ്, മോസ്റ്റ് ഓഫ് ദം അക്വാട്ടിക് ആണ്. ദ ബോഡി കോൾഡ് താലസ്, അതായത് നമ്മുടെ ആൽഗയുടെ ബോഡിക്ക് പറയുന്ന പേരാണ് താലസ്. താലസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്ട്രക്ചറിനെയാണ് നമ്മൾ താലസ് എന്ന് വിളിക്കുക. അതായത് നമ്മൾക്കറിയാം ഒരു ലീഫും ഇല്ല, റൂട്ടും ഇല്ല, സ്റ്റെമ്മും ഇല്ലാത്തൊരു സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ താലസ് എന്ന് വിളിക്കുക. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ ആൽഗയുടെ ബോഡിയെ കാണാൻ പറ്റുക. അതുപോലെ തന്നെ ബോത്ത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇവരിൽ കാണാൻ പറ്റുക, രണ്ടും കാണാൻ പറ്റും. അതുപോലെ വാസ്കുലർ ടിഷ്യൂസ് ആബ്സെൻ്റ് ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വാസ്കുലർ ടിഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും നമുക്കവിടെ ചോദിക്കാം കേട്ടോ. വാസ്കുലർ ടിഷ്യൂസ് ആബ്സെൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ ആളാണ് ബ്രയോഫൈറ്റ, മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ മോയ്സ്റ്റ് സർഫേസ്, അതായത് നമുക്ക് മോയ്സ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്, സർഫേസിലാണ് നമ്മൾ ഇവരെ കാണുക. ദർ ആർ പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്, വളരെ ചെറിയ റൂട്ട്സും അതേപോലെ സ്റ്റെമ്മും അതേപോലെ ലീവ്സൊക്കെ കാണാൻ പറ്റും. റീപ്രൊഡക്ഷൻ ഈസ് ഡൺ ത്രൂ ഗാമെറ്റ്സ് ആൻഡ് സ്പോർസ് വഴിയും ഗാമെറ്റ്സ് വഴിയൊക്കെയാണ് ഇവർക്ക് റീപ്രൊഡക്ഷൻ നടക്കുക. വാസ്കുലർ ടിഷ്യൂസ് ഇയാൾക്കും ആബ്സെൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ടെരിഡോഫൈറ്റയാണ്. മെയിൻലി ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ്. റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ് ആർ പ്രസൻ്റ് ആണ്. റീപ്രൊഡക്ഷൻ മെയിൻലി ത്രൂ സ്പോർസ് വഴിയാണ്. വാസ്കുലർ ടിഷ്യൂസ് വിത്ത് സിമ്പിൾ സ്ട്രക്ചർ ആർ സീൻ. ഓക്കെ, സിമ്പിൾ വാസ്കുലർ ടിഷ്യൂസ് കാണാൻ പറ്റും. നമുക്കിതൊക്കെ കാണാൻ പറ്റുമല്ലേ. ഈ ഒരു ടൈപ്പിനൊക്കെ നമ്മൾ ടാറ്റു ഒക്കെ അടിക്കാറുണ്ട്. നമ്മൾ സ്കൂളൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ അടിക്കാറൊക്കെ ഉണ്ട് അല്ലേ, കുട്ടികളൊക്കെ. അതാണ് ടെരിഡോഫൈറ്റയിൽ പെട്ട ആൾക്കാരാണ് അതൊക്കെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് ജിംനോസ്പേം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഇത്തരം പ്ലാന്റുകളെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു പ്ലാന്റ്സിൻ്റെ സീഡ് എപ്പോഴും ആ പ്ലാന്റ്സിൻ്റെ പുറമേ ആയിരിക്കും നമ്മൾ കാണാം. സാധാരണ നമ്മൾ ഫ്രൂട്ട്സിൽ അകത്താണല്ലോ സീഡ് കാണാൻ പറ്റും, പക്ഷേ ഇതിന് സീഡ് ഈ ഇലകളുടെയൊക്കെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ നോൺ ആസ് കോൺസ് ആർ പ്രസൻറ്റ് ഈവൻ ത്രൂ സീഡ്സ് ആർ ഫോംഡ്, ദേ ആർ നോട്ട് എംബ്രെഡ് ഫ്രൂട്ട്സ്. കോംപ്ലക്സ് വാസ്കുലർ ടിഷ്യൂസ് ആർ സീൻ, അതായത് ഇതിൽ വാസ്കുലർ ടിഷ്യൂസ് പ്രസൻ്റ് ആണ്, ബട്ട് സൈലം വെസൽസ് ആർ ആബ്സെൻ്റ്. വാസ്കുലർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ സൈലും ഫ്ലോയും പ്രസൻ്റ് ആയിരിക്കും, പക്ഷേ ഇവിടെ സൈലം ആബ്സെൻ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്തതാണ് ആൻജിയോസ്പേം. റീപ്രൊഡക്റ്റീവ് പാർട്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് ആർ സീൻ കവറിൻ ദ സീഡ്സ്. അതായത് നമ്മൾ ഡെയിലി കാണാറുള്ള നമ്മുടെ മാംഗോ, അതേപോലെ നമുക്ക് മാംഗോയുടെ ഉള്ളിലാണല്ലോ സീഡ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ ഒക്കെയാണ് ആൻജിയോസ്പേമിന് എക്സാമ്പിൾ. റീപ്രൊഡക്റ്റീവ് പാർട്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഫ്ലവേഴ്സിലൂടെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആർ സീൻ കവറിങ് ദ സീഡ്സ്. കോംപ്ലക്സ് വാസ്കുലർ ടിഷ്യൂസ് ആർ സീൻ, സൈലോം, വെസൽസ്, ട്രക്കീഡ്സ് ആർ പ്രസൻറ്റ്. സൈലോം, ഫ്ലോയൊക്കെ കാണുന്നതാണ് നമ്മുടെ ആൻജിയോസ്പേമിൽ. അപ്പോൾ ഈ 5 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പ്ലാന്റ്സിൽ വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഫെയിം വിത്തിൻ ദ നെയിം എന്ന് പറഞ്ഞിട്ട് സംതിങ് ഇൻട്രസ്റ്റിംഗ് ക്യാൻ ഓൾസോ ബി ഫൈൻഡ് സയൻറ്റിഫിക് നെയിംസ്. നമ്മൾ ചില ആൾക്കാരുടെ പേര് വെച്ചിട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതേപോലെ പ്ലേസിൻ്റെ പേര് വെച്ചിട്ട് സ്ഥലങ്ങളിലൊക്കെ കാണാറുള്ളവയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ദ ഫെയിം വിത്തിൻ ദ നെയിം എന്ന് പറഞ്ഞിട്ടുള്ളത്. സംതിങ് ഇൻട്രസ്റ്റിംഗ് ക്യാൻ ഓൾസോ ഫൗണ്ട് ഇൻ ദ സയൻറ്റിഫിക് നെയിം ഓഫ് ഓർഗാനിസം. നമ്മൾ ഇതേപോലെ ഒരു വണ്ടിനെയൊക്കെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ പേര് സാന്ദ്രാകോട്ടസ് വിജയകുമാരി എന്നാണ്. എ ന്യൂ സ്പീഷീസ് ഓഫ് ബീറ്റിൽ ഡിസ്കവേർഡ് ഇൻ നെല്ലിയാമ്പതിയിൽ കണ്ടുവന്നിട്ടുള്ളതാണ് ഈ പറയുന്ന സാന്ദ്രാകോട്ടസ് വിജയകുമാരി എന്നുള്ളത്. ഈ വിജയകുമാരി എന്ന് പറഞ്ഞ ആളാണ് ഇതിനെ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അടുത്തതാണ് ലിസിയ വാഗമോണിക്ക എന്ന് പറഞ്ഞത്. ലിസിയ വാഗമോണിക്ക എന്ന് പറഞ്ഞാൽ അതും ഒരു പ്ലാന്റ് ആണ്. ഇൻ ദ കാറ്റഗറി ഓഫ് കുട്ടിപ്പന്നൽ ഫ്രം വാഗമൺ. വാഗമണ്ണിലുള്ള കുട്ടിപ്പന്നൽ എന്ന് പറയുന്ന
ഒരു പ്ലാന്റ്സിൽ പെട്ട ഒരിനം ആണ് വേഗമോണിക്ക, ലിസ്യ വേഗമോണിക്ക എന്ന് പറഞ്ഞാൽ. പിന്നെയുള്ളത് നമ്മുടെ ബ്രൂസത്തോവ ഇസ്രോ എന്നാണ്. ബ്രൂസത്തോവ ഇസ്രോ എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് പാരസൈറ്റ് ഫോണ്ട് ഇൻ ഫിഷസ് അറ്റ് കൊല്ലം കോസ്റ്റൽ ഏരിയ. കൊല്ലം കോസ്റ്റൽ ഏരിയാസിൽ, അതായത് കടൽ തീരത്തൊക്കെ കാണുന്ന ടൈപ്പ് ഒരു വർഗ്ഗമാണെന്ത്, ബ്രൂസത്തോവ ഇസ്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാറുണ്ടല്ലോ നമ്മുടെ ഫിഷസിൻ്റെ ഒക്കെ ചെകിളകളിൽ നമ്മൾ ഇയാളെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളൊരു പുതിയ ഓർഗാനിസത്തിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു ക്ലാസിഫിക്കേഷൻ നടത്തണം, അതിൻ്റെ കമ്പയർ ചെയ്ത് നോക്കണം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കിയിട്ട് അതിനൊന്ന് നന്നായിട്ട് നമ്മൾ പഠിച്ചിട്ടാണ് അതിൻ്റെ പേരൊക്കെ കൊടുക്കുക അല്ലേ. അപ്പോൾ പെക്യുലാരിറ്റിയും ബോഡി സ്ട്രക്ചറും ബയോമോളിക്യൂൾസൊക്കെ നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അതിനൊരു ഏതിലാണോ അവരെ ഉൾപ്പെടുത്തേണ്ടത്, ഏത് സ്പീഷീസിലാണോ, എന്നിട്ടാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുക. പിന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നോക്കുന്നത് വൈറസിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം വൈറസ് നമ്മൾ ഫെമിലിയർ ആയിട്ട് കേൾക്കാറുള്ള ഒരാളാണ് വൈറസ്. പക്ഷേ വൈറസ് ഹാവ് എ സിമ്പിൾ സ്ട്രക്ചർ ഡിവൈഡ് ഓഫ് എ സൈറ്റോപ്ലാസം സെൽ ഓർഗനൽ ആൻഡ് ന്യൂക്ലിയസ്. നമ്മുടെ വൈറസിന് ഉള്ളത് ഒരു ജനറ്റിക് മെറ്റീരിയൽസും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അതിൻ്റെ ഔട്ടർ കവറിങ്ങിന് പറയുന്ന പേരാണ് ക്യാപ്സിഡ് എന്നുള്ളത്. ജനറ്റിക് മെറ്റീരിയൽസ്, അത് DNA ആയിക്കോട്ടെ RNA ആയിക്കോട്ടെ, ആർ ഫൗണ്ട് ഇൻസൈഡ് ആൻഡ് ഔട്ടർ പ്രോട്ടീൻ കോട്ട് കോൾഡ് ക്യാപ്സിഡ്. ആ പുറമേ ഉള്ള കോട്ടിങ്ങിന് കാണുന്നതാണ് ക്യാപ്സിഡ്. അതേപോലെ ഉള്ളിലുള്ളതിനെയാണ് നമ്മൾ ജനറ്റിക് മെറ്റീരിയൽസ്. ഇത് രണ്ടുമാണ് നമ്മൾ വൈറസിന് പൊതുവെ കാണുക. പക്ഷേ വൈറസിനെ ഈ പറയുന്ന ഒരു വെറൈറ്റീസിലും ഒരു ക്ലാസിഫിക്കേഷനിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ വൈറസിനെ. അതെന്തുകൊണ്ടാണ്? വൈറസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ദേ ആർ ഇൻഫെക്റ്റ് എ വൈഡ് വെറൈറ്റി ഓഫ് ഓർഗാനിസം ഇൻക്ലൂഡിംഗ് പ്ലാന്റ്സ്, ആനിമൽസ്, ബാക്ടീരിയ ആൻഡ് ആർക്കിയ. Organism having the ability to reproduce, respond to the environment, to grow, and metabolic activities are included in the process of classification. Virus cannot multiply without the help of a host cell. അതായത് ഒരിക്കലും വൈറസ് എന്ത് ചെയ്യൂല, ഒരു ഹോസ്റ്റ് സെല്ലില്ലാതെ വൈറസിന് ജീവിക്കാൻ പറ്റില്ല. അതായത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വൈറസ് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുക ഒരു ഹോസ്റ്റ് സെല്ലിൽ മാത്രമാണ് അല്ലേ. ഹോസ്റ്റ് സെല്ലിൻ്റെ പുറത്ത് അദ്ദേഹത്തിന് എന്തില്ല, ജീവിക്കാൻ പറ്റില്ല. ദേ ആർ ഇനാക്റ്റീവ് ഔട്ട്സൈഡ് എനി ലിവിങ് സെല്ല്. അല്ല, അദ്ദേഹം എപ്പോഴും ഇന്നാക്റ്റീവ് ആയിരിക്കും എവിടെ, ലിവിങ് സെല്ലിൽ, ഔട്ട്സൈഡ് എനി ലിവിങ് സെൽ, അതായത് ലിവിങ് സെല്ലിന് പുറത്ത് എപ്പോഴും ഇനാക്റ്റീവ് ആയിരിക്കും. ഡ്യൂ ടു ദീസ് യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ദേ ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എനി കാറ്റഗറി ഓഫ് ദ കറണ്ട് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ എപ്പോഴും ഇയാൾ മൾട്ടിപ്ലൈ ചെയ്യുക ഹോസ്റ്റ് സെല്ലിലായിരിക്കും. ഓക്കെ, അല്ലാതെ ഇദ്ദേഹത്തിന് മൾട്ടിപ്ലൈ ചെയ്യാനോ വികസിക്കാനോ പറ്റില്ല. അപ്പോൾ ഇയാളെപ്പോഴും വർക്ക് നടത്തുക എപ്പോഴും നമ്മുടെ ഹോസ്റ്റ് സെല്ലിൽ മാത്രമായിരിക്കും, ജീവനുള്ള സെല്ലിൽ മാത്രമായിരിക്കും എന്നുള്ളത് പഠിച്ചു വെക്കുക. പിന്നെയുള്ളത് എവല്യൂഷണറി ട്രീ ആണ്. ഒന്നുമില്ല, നമ്മളിപ്പോൾ പറഞ്ഞ ഓരോരുടെയും ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ തലയോട്ടിയുള്ളവരുണ്ടാവാം, 2 കാലുള്ളവരുണ്ടാവാം, 4 കാലുള്ളവരുണ്ടാവാം. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഒരു ട്രീയുടെ ബ്രാഞ്ച് പോലെ ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എവല്യൂഷണറി ട്രീ എന്ന് പറയുക. എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് ഓർഗാനിസം ക്യാൻ ബി ഇല്ലുസ്ട്രേറ്റഡ് ആസ് എ ബ്രാഞ്ചസ് ഓഫ് എ ട്രീ. ദിസ് ഈസ് കോൾഡ് ആൻ എവല്യൂഷണറി ട്രീ. Branches develop indicates an central organism. By this classification becomes more accurate. It helps in developing and the depth understanding about ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെക്കുകയാണ് അല്ലേ. അതായത് തലയൊട്ടിയുള്ളവർ ആകുമ്പോൾ എല്ലാവരും വരാം, അത് കഴിഞ്ഞിട്ട് 2 കാലുള്ളവർ വരാം, 4 കാലുള്ളവർ വരാം, അതുപോലെ ഹെയറും ഫറും ഉള്ളവർ വരാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെക്കുക അല്ലേ. ഇവിടെ നോക്ക്, സ്കള്ളുള്ളവരിൽ ഇവരെല്ലാവരും ഉൾപ്പെട്ടു അല്ലേ. പിന്നീട് 4 ലിംസിൽ വന്നപ്പോൾ ഇവർ കുറച്ച് പേര്, അതായത് ലങ് ഫിക്ഷനെ ഒഴിവാക്കി നമ്മുടെ വിസാർഡും ഡോഗും ഒക്കെ വന്നു. ഹെയറും ഫറും ഉള്ളവരിൽ വന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന മാനിനെയൊക്കെ ഉൾപ്പെടുത്തി അല്ലേ. അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ഒരു ട്രീയുടെ ബ്രാഞ്ചുകൾ പോലെ വരക്കുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നതിനെയാണ് എവല്യൂഷണറി ട്രീ എന്ന് പറയാം. ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ DNA ബാർകോഡിംഗ്. DNA ബാർകോഡിംഗ് ടെക്നോളജി ഈസ് ക്ലാസിഫൈങ് ഓർഗാനിസം ബൈ കമ്പയറിംഗ് സ്പെഷ്യൽ മോളിക്കുലർ സീക്വൻസസ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സയൻറ്റിഫിക് ടെക്നോളജി ഫോർ ഐഡൻറ്റിഫൈങ് ദ സ്പീഷീസ് ഇൻ മോഡേൺ ബയോളജിക്കൽ റിസർച്ചസ്. അൺലൈക്ക് ദ ട്രഡീഷണൽ മെത്തേഡ്സ്, ഇറ്റ് ഹെൽപ്പ് ടു റെക്കഗ്നൈസ് ദ സ്പീഷീസ്.
recognize the species molecular level. This is made up possible by the creation of sharing of DNA barcodes research and laboratories all over the world. അതായത് ഒന്നുമില്ല, ഈ ബാർകോഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവരുടെ ഓർഗാനിസിനെ ക്ലാസിഫൈ ചെയ്തിട്ട് ഒരു കോഡിലൂടെ ക്ലാസിഫൈ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആ കോഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ജസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ജീവി ഏതാണെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതാണെന്നും അതിൻ്റെ ക്യാരക്ടർ എന്താണെന്നും അങ്ങനെ നമുക്കെല്ലാം ഈ ഒരു ബാർകോഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ബാർകോഡ് സിസ്റ്റം DNA ബാർകോഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോഡ് കൊടുത്ത് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാർകോഡിംഗ് DNA ബാർകോഡിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തിരിയാണ് മെയിൻലി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ.